കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിലും ദേവസ്വം കെട്ടിടത്തിലും പരിശോധന പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി. ജനം ഇംപാക്ട്. ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയിൽ കരിപ്രസാദം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിക്കേണ്ട ജീവതയും നെറ്റിപ്പട്ടവും കൂടാതെ ലക്ഷങ്ങളുടെ പൂജാ സാധനങ്ങളുമടക്കം കണ്ടെത്തിയിരുന്നു. വാടക വീട്ടിൽ നിന്നും ദേവസ്വം കെട്ടിടത്തിന് മുകളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റി സീൽ ചെയ്തു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ദേവസ്വം വിജിലൻസ് SI രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കണ്ടെത്തിയ നെറ്റിപ്പട്ടം കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി എന്ന പ്രസിദ്ധമായ ആനയുടേതാണെന്നാണ് സംശയം. അന്വേഷണം സുതാര്യമായിരിക്കണമെന്നതാണ് ഹൈന്ദവ സംഘടനകളും BJPയും ആവശ്യപ്പെടുന്നത്. നിരീശ്വരവാദികളുടെ ദേവസ്വം ബോർഡാണെന്നും കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ പറഞ്ഞു. ഇവിടെ അത് ക്ഷേത്രവുമായിട്ടൊരു ബന്ധമില്ലാതെ ചില ആളുകൾ കൃത്രിമമായിട്ടുണ്ടാക്കി നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കർശനമായിട്ടുള്ള നടപടിയെടുക്കണം. ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ, ആ കള്ളനാണയങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തോടും ക്ഷേത്ര സങ്കല്പങ്ങളോടും യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ആൾക്കാർ ക്ഷേത്രഭരണം കൈയാളുന്നതുകൊണ്ടാണ്. ദേവസ്വം ബോർഡിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോൾ, സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രി തന്നെ നിരീശ്വരവാദിയായിട്ടുള്ള ആളാകുമ്പോൾ സ്വാഭാവികമായും പൂജ നടത്തിയാലെന്താ, പൂജ നടത്തിയില്ലെങ്കിൽ എന്താ, കറുത്ത ഒരു പ്രസാദം, ഒരു സാധനം കൊടുത്താൽ മതി എന്നുള്ള ഒരു ധാരണ, ആ ധാരണ പകരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ സംഭവിക്കുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ വൻ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അതേസമയം ജനം TVയിലൂടെ ഭക്തർ ആവശ്യപ്പെട്ടത് പ്രകാരം ഏറെക്കാലമായി നടക്കാത്ത ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് ഉടൻ നടത്താനാണ് ദേവസ്വം അധികൃതരുടെ തീരുമാനം. ജനം, കൊല്ലം.